ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ക്യാരറ്റ് ഹൽവേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ്, 250 പഞ്ചസാര, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, പാൽ, കുറച്ച് പാലുമുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. പിന്നെ കുറച്ച് മൈദയും വേണം. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. കുറച്ച് മൈദയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ട് വരാം. അതിൻ്റെ ശേഷമാണ് എന്നിട്ട് മിക്സിയിലിട്ടിട്ട് അതിനൊന്ന് അരക്കണം. അരച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പം ഞാനിത് തോട് കളഞ്ഞിട്ട് ആദ്യം എടുക്കാം. ഇങ്ങനെ തോട് കളഞ്ഞ് എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ വീഡിയോ എല്ലാം കുറേ ലെങ്ത്ത് കൂടിപ്പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ച്, അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഏകദേശം തീരാനായിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ട, ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത്രയാണ് ഉള്ളത്. കണ്ട. അപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാർ വെക്കട്ടെ. മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. അത് ആ കൂട്ടത്തിന് ഏലക്കായ പൊടിച്ചതില്ല, തീർന്നുപോയി. ഇന്നാളെല്ലാം പൊടിച്ചതുണ്ടായിരുന്നു, ഇന്നിപ്പോൾ പൊടിച്ചതില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്നായിട്ട് തന്നെ 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പാലൊഴിക്കണം. ഇത് അരച്ച് എടുക്കാനുള്ള പാകത്തിന് കുറച്ച് പാലൊഴിക്കണം. തേങ്ങാപ്പാലില്ലാത്ത കാരണം ഞാൻ മിൽമേൻ്റെ പാൽ തന്നെയാണ്, മിൽമയല്ല ജനതയാണ്. അപ്പോൾ ഇതാ അധികം പാലൊഴിച്ച് കഴിഞ്ഞാൽ അരിയില്ല, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് വേണ്ടിക്കൽ ഒഴിക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ ഇതാ ഞാനിത് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ കുറച്ച് കലക്കി വെക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് വേണം മൈദേനെയും കൂടി അതിൽ ചേർക്കണ്ടേ നമുക്ക്. അപ്പം ഞാൻ കുറച്ച് മൈദ എടുത്തിട്ട് കലക്കുന്നുണ്ടേ. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വേണം ആക്കാൻ. മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എടുക്കുന്നില്ല, ഒരുപാടൊന്നും വെക്കുന്നില്ല. മൈദ ഇട വെച്ച് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കണം. തന്നാട്ട്. അപ്പം ഞാൻ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കലക്കുന്നുണ്ട്. കട്ടയില്ലാണ്ട് കലക്കണം. ഒറ്റപ്പടി കട്ട ഉണ്ടാകാൻ പാടില്ല, എന്നാൽ മാത്രമേ ശരിയോ.
അപ്പോൾ ഇതാ ഇത് ഞാൻ കലക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കലക്കി റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതാ കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നെയ്യിൽ വറുത്തിട്ടെടുക്കണം. ഇപ്പോൾ ഗൈസ് ഞാനിത് ഇതാക്കാനുള്ള പാത്രത്തിൻ്റെ അകത്ത് ബദാമും അണ്ടിപ്പരിപ്പെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്, നെയ്യും തടവിയിട്ട്. അപ്പോൾ അതവിടെ വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് വെക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട് ഞാൻ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കാഞ്ഞ് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗൈസ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നെയ്യെല്ലാം ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സിമ്മിലാക്കി വെക്കാം. അധികം ഇതാക്കി വെക്കുന്നില്ല. അതിലേക്ക് ഞാൻ ക്യാരറ്റ് അരച്ച് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അധികം തീയാക്കാണ്ട് ചെറിയ തീയിലാണ് ഇതാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ ക്യാരറ്റിൻ്റെ കളറ് മാറാനും പാടില്ല. അതിന് ഇല്ല അല്ല, നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ചെറിയ തോതിൽ തീയും വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശമായി എന്ന് കാണുമ്പോൾ നമുക്ക് മൈദ റെഡിയാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഗൈസ് കയ്യിലുള്ള വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും കൂടിയാകുമ്പോൾ ഇനിയിപ്പോൾ അത് അലിഞ്ഞ് കുറച്ച് വെള്ളം പോലെയാകും. അപ്പോൾ നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗൈസ് ഞാനിതാ ക്യാരറ്റ് പഞ്ചസാരയും കൂടി ഇട്ടേരം ഏകദേശം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിയാക്കി വെച്ച മൈദ ഉണ്ടല്ലോ, കലക്കി വെച്ചത്, അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ടയാവും, മൈദയാണ്. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കട്ടയാവാതെ നോക്കണം, ഇല്ലെങ്കിൽ പണി പാടും.
അപ്പോൾ ഇതിങ്ങനെ ഞാൻ സിമ്മിൽ വെച്ചിട്ടാണേ ഉള്ളത്, അധികം കട്ടിയൊന്നും ആക്കിയിട്ടില്ല. നല്ല തീയിലല്ല ആക്കുന്നത്, സിമ്മിലാക്കിയിട്ട് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടയാകാതെ ഞാൻ ഇളക്കി കൊടുക്കുന്നതാണ്. ഈ ഇളക്കലിൽ വേണം നമ്മളെ ഇത് റെഡിയായി വരാൻ. അപ്പോൾ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിനി ഇട്ട് കൊടുക്കണം. അതും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനുള്ള പരിപാടി. അപ്പം ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഇത് കട്ടയായി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ ഹലുവയെല്ലാം മാറിപ്പോവും പരിപാടി. അപ്പോൾ ഇതാ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി കുറുകി വരണം, അതിൻ്റെ ശേഷം മാത്രമേ ഇത് ഓഫാക്കാൻ പറ്റൂ. അപ്പോൾ കുറച്ചും കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇന്ന് വിട്ട് വരുന്ന പാകമാകുമ്പം വേണം നമുക്ക് എടുക്കാൻ. കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുക്കും, കുറച്ച് മാത്രം, അധികം വേണ്ട. കുറച്ച് നെയ്യ് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ലേശം. നേരത്തെ കുറച്ചാക്കി കൊടുത്തു, ഇപ്പം കുറച്ച്, അതാ അത്രയും മതി. അപ്പോൾ അത്രയും കൂടി നെയ്യാക്കി ഇനി ഒന്ന് നല്ലോണം ഇളക്കുക. ഇനി അധിക നേരമൊന്നും വേണ്ട, കുറച്ച് നേരം മതി. അപ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ഇല്ലേ പൊടിച്ച് വെച്ച, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇതാ പൊടിച്ചതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതും റെഡിയായി. അപ്പം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, നമുക്കിതാ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം. അധികം മൂത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ പാകത്തിന് നമുക്ക് എടുക്കാം. ഇതാ കണ്ടല്ലോ, ഇങ്ങനെയുള്ള പാകത്തിന് നമ്മൾ വാങ്ങണം. കണ്ട. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. എന്നിട്ട് റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. തീ ഓഫാക്കി ഗൈസ്. അപ്പോൾ ഞാനിതാ ആ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്പൂണിനെ കൊണ്ട് അതിനെ ലെവൽ ചെയ്യണം. അപ്പം ഞാനിതാ സ്പൂണിന് നെയ്യ് തടവി എന്നിട്ടാണ് ഇത് ലെവലാക്കുന്നത് ഗൈസ്. ഇല്ലെങ്കിൽ നമ്മളെ സ്പൂണിന് പറ്റും പോലെ ഉണ്ടാവേ. സ്പൂണിന് ആദ്യം നെയ്യ് തടവുക, എന്നിട്ടാണ് ഇത് ലെവലാക്കുന്നത്. നല്ല ചൂടുണ്ട് സംഭവം. അപ്പം അന്നേരം ഈ നെയ്യ് തടവി കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ട് അട നിന്നോളൂ. ഇതാ കണ്ട, നെയ്യ് തടവുമ്പോൾ അവർ നല്ല ക്ലിയറായിട്ട് അട നിൽക്കും. നെയ്യില്ലാത്തവരെ അവർ നമ്മളെ ഒന്നായിട്ട് സ്പൂണിൻ്റെ ഒപ്പരം തന്നെ ഇങ്ങോട്ട് വന്നാളി. നെയ്യിൽ അവർ കൂട്ടാക്കും. അങ്ങനെയാണ് അവരുടെ സംഭവം. കണ്ട, ഇതാ എന്നാൽ ഇതടവുമ്പോൾ നല്ല ലെവലായിട്ട് വരുന്നുണ്ട. അങ്ങനെ അതിനെ ലെവലാക്കി എടുക്കാം നമുക്ക്. ആറാണ്ട് ഇനിയിപ്പോൾ ഇത് മുറിച്ചിട്ട് കാണിക്കാനൊന്നും പറ്റൂല ഗൈസ്. ഇത് കുറേ നേരം വേണമല്ലോ ആറിയിട്ടെല്ലാം എടുക്കാൻ. അപ്പോൾ അതിനെ ഷോർട്സ് ആക്കിയിട്ട് അങ്ങനെ ഇടാം. ഇപ്പോൾ ഇത്രയാണ് എൻ്റെ
പരിപാടി ഏതായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ക്യാരറ്റ് ഹൽവ. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഈ അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടല്ലോ, അതിനെ ഞാനൊന്ന് എടുത്ത് വെക്കട്ടെ. അടിയിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കണ്ടീഷനായി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് എൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം ഞാനൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ അമർത്തിയിട്ട് വെക്കാം. അപ്പോൾ അവരെല്ലാം ഇതിൽ തന്നെ അവിടെ നിന്നോളും, എവിടെയും പോവാണ്ട്. നല്ല കണ്ടീഷനായിട്ട് എൻ്റെ ക്യാരറ്റ് ഹൽവയിൽ തന്നെ. അപ്പോൾ കണ്ടോ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ക്യാരറ്റ് ഹൽവ? എൻ്റെ തുക്കുടു വന്നിട്ടുണ്ടേ. തുക്കുടുവിന് ഇഷ്ടപ്പെട്ടിനെന്ന് പറയുന്നുണ്ട്. തുക്കുടു വന്നിട്ട്, തുക്കുടുവേ ഇഷ്ടപ്പെട്ടിനാ? തുക്കുടുവിന് ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ തുക്കുടു, താങ്ക് യു തുക്കുടു. തുക്കുടു തരാം കേട്ടോ, ഇതാവട്ടെ. ആകുന്നേരം ഇടക്ക് തരാൻ പറ്റൂലല്ലോ തുക്കുടു, ഇത് ഭയങ്കര ചൂടാന്ന് തുക്കുടു, എടുക്കാൻ പറ്റൂല കേട്ടാ. ഇതാ അപ്പോൾ ഗൈസ് ഇതാ കണ്ടല്ലോ, എൻ്റെ ക്യാരറ്റ് ഹൽവ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ. പ്ലേറ്റിൽ ഇപ്പോൾ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടാത്തത്. പിന്നെ ഞാനത് ഷോർട്സ് എങ്ങാനായിട്ട് നിങ്ങളിട്ട് കാണിക്കാം. ഓക്കെ ബൈ.